Next participant on stage is Reshmi, LKG C section. Nila. Nila എപ്പോ വരും? അവൾ അമാവാസി കഴിഞ്ഞ് വരും. അമാവാസി കഴിഞ്ഞ് വരും. എല്ലാം ഓർമ്മയുണ്ടോ? Next participant on stage രണ്ട് റൈംസ് ഞാൻ ചൊല്ലണോ? ഒന്ന് ചൊല്ലിയാ മതി. Black sheep, have you any wolves? Yes sir, yes sir. 3 bags full. കാർത്തിക്, നിന്നെ മിസ് ചെയ്ത പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒന്നും പറഞ്ഞു പോലില്ലല്ലോ. എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? കാണണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ ആവശ്യമാണ്. Then okay, അതിനെന്താ കാണാം. LKG B section. Good evening. My name is Nila. I'm going to tell a rhyme. I salute my flag. It makes me proud. I am an Indian. It says aloud. 3 bright colors on my flag. Saffron, white and green. Next participant on stage is Anand, വരും, LKG C അവിടെ ഇരിക്ക്. section. Baba, കൃഷ്ണ, have you നിനക്ക് നിലായെ കാണണോ? Yes, sir, വാ, yes. നമുക്ക് പോകാം. വാ കൃഷ്ണ, One വാ. for my master and for my Nila. one for my Nila. lives. Nila. One for my little boy who ഇപ്പോഴല്ല അങ്ങോട്ട് പോയത്, ഉടനെ അവര് വരുമോ? Acha. Next participant on stage is Arun, LKG B section. I am Harun. I am telling the rhyme. നീ പാടിയില്ലേ? Johnny, Johnny, Jo. ചൊല്ല് അരുൺ. ജോണി ജോണി യെസ് പാപ്പ. നിനക്ക് അറിയാമോ? യെസ് യെസ് പാപ്പ. നില, നീ പോ പോ പോ. വേഗം. ഏയ് അരുൺ. Johnny, Johnny, yes, Papa. Yes, Papa. Eating sugar, no, Papa. Telling the lies, no, Papa. Open your mouth. Ha, ha, ha. ഈ ചെറിയ കുട്ടികളുടെ പക്കൽ നിന്ന് മുതിർന്നവരായ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റൈം കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ വിജയികൾ നില ആൻഡ് അരുൺ, LKG B section. നില ആൻഡ് അരുൺ, please come to the stage. നിലയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. അവർക്ക് സമ്മാനം നൽകുവാൻ വേണ്ടി ഈ സ്കൂളിന്റെ കറസ്പോണ്ടന്റായ മിസ് ശ്വേത രാമചന്ദ്രനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡം, പ്ലീസ് സ്റ്റേജിലേക്ക് വരും. കറസ്പോണ്ടന്റ് നില, കൺഗ്രാറ്റ്സ്. താങ്ക്സ് കൃഷ്ണനാണ് പറയേണ്ടത്. അവനെ പോലെ തന്നെ അവൻ്റെ മോളെയും നന്നായി വളർത്തിയിരിക്കുകയാണ്. ഹീസ് എ ഗ്രേറ്റ് ഫാദർ. ഇനിയെങ്കിലും പോകാമോ? ഒരു മിനിറ്റ്, സംസാരിച്ചോണ്ടിരിക്കല്ലേ? കൃഷ്ണ, നമുക്ക് പോകാം. ആരാ അത്? ആരാന്നു? നിലയുടെ കൂടെ. അത് ശരി. ഓക്കെ ഓക്കെ, ഞാൻ ചെയ്തു. കൃഷ്ണ, നിലയുടെ അച്ഛൻ. അവളുടെ അമ്മ? അതിന്റെ അമ്മയുടെ പേര് ഭാനുമതി. അവരെവിടെ? അവളെ എന്നേ മേലേക്കെടുത്ത്. എന്താ എന്താ പറഞ്ഞേ? പിന്നെ അല്ല, അതെന്ത് പറയാനാ? നല്ലതോ ചീത്തയോ ബുദ്ധിയുള്ള ഒരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ കണ്ടേ. ചേട്ടാ നില പാട്ട് പാടി. ആ
പെണ്ണിനെ നന്നായി നോക്കിയില്ല, അതാ ചത്തത്. ഇപ്പൊ കുരങ്ങന്റെ കൈ പൂമാല കെട്ടിയപോലെ ആ കുഞ്ഞ് അവന്റെ കയ്യിലുമായി. ഇനി ഇതിനെ എന്നാണോ കൊല്ലാൻ പോകുന്നത്? ഇവൻ ഒരുത്തൻ കാരണം ഒന്നും ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? എന്തിനാ എല്ലാ ഇങ്ങനെയൊക്കെ കാര്യങ്ങളും പറയുന്നേ? ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനൊരു പെണ്ണിന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അവള് പ്രസവിച്ച കുഞ്ഞിനെ എടുത്ത് ഞാൻ തോളയിലിട്ടോണ്ടെന്നാ നീ വെറുതെ നോക്കി നിൽക്കുമോടി? വരുന്നോ ഇല്ലയോ?